ഹായ് ഫ്രണ്ട്സ്, തൊല്ലതാണ്. ഇങ്ങോട്ടത്തേക്ക് വണ്ടി വന്നേക്കുന്ന സെൽഫ് സ്റ്റാർട്ടിന്റെ വൺ വേ ക്ലച്ച്, സ്പ്രേ ക്ലച്ച് ബെയറിംഗ് അടിക്കടി പോകാന്നൊരു കംപ്ലൈന്റ് ആയിട്ട് ആ സ്പ്രേ ക്ലച്ച് അസംബ്ലി മാറ്റാനാണ് വന്ന വണ്ടി. അപ്പോൾ നമ്മൾ സ്പ്രേ ക്ലച്ച് അസംബ്ലി മാറ്റുന്നതിന് മുമ്പ് വീണ്ടും പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ കിക്കർ ഓവർ ആയിട്ടുണ്ടോ നോക്കണം കേട്ടോ. കിക്കർ ഓവറായിട്ട് ലോഡ് വരുന്നുണ്ടോ, നമ്മൾ കിക്കർ കുറച്ച് ദിവസം അടിച്ചു പോകുക, അവരോട് ചോദിക്കും കിക്കർ ഓവർലോഡ് ഉണ്ടോ എന്നുള്ളത്. കിക്കർ ഓവർലോഡ് ഉണ്ട്, ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾ ഒരിക്കലും സ്പ്രേ ക്ലച്ച് മാറ്റും. ഒറിജിനൽ ആണെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും അത് പെട്ടെന്ന് പോകും. കാരണം അത്രയും ലോഡ് നമ്മൾ കിക്കർ അടിച്ച് താഴ്ത്തുന്ന അത്രയും ആ ലോഡ് ഉണ്ടല്ലോ, കാരണം കാൽമ കിട്ടുന്ന ആ ലോഡ് ആ സ്പ്രേ ക്ലച്ച് അത്രയും ലോഡ് വഹിക്കേണ്ടി വരും. അപ്പോൾ ആ ക്ലച്ച് ആ ബെയറിംഗ് അസംബ്ലി കംപ്ലീറ്റ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സോസ് ക്യാമ്പിന്റെ ആ വീൽ അയച്ചിട്ട് ഫ്ലൈവെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫ്ലൈവെറ്റ്, പിന്ന്, സ്പ്രിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് കറക്റ്റും സർവീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക കേട്ടോ. അതല്ല എങ്കിൽ ആ ഒരു കിക്കർ ലോഡ് വീണ്ടും വരും. കിക്കർ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മാറ്റി കൊടുത്തോണ്ട് തന്നെ സെൽഫൊക്കെ നല്ല ഉഷാറായിട്ട് അടിയും. അതൊരു മാസം 2 മാസം വീണ്ടും അതേമാതിരി കംപ്ലൈൻറ്റ്. ആ പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പൈസ മുടക്കിയൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് കിക്കർ ലോഡുള്ള വണ്ടിയാണ് നിങ്ങൾ സെൽഫ് സ്റ്റാർട്ട് സ്പ്രേ ക്ലച്ച് മാറ്റാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കസ്റ്റമറാണ് ആദ്യം പറയുക കിക്കർ ലോഡ് ഓവർലോഡ് ഉണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ മെക്കാനിക്സ് ആണ് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. കാരണം അവരോട് വീണ്ടും അവർക്ക് വണ്ടി അങ്ങ് മടുത്തും സെൽഫ് സ്റ്റാർട്ടിന്റെ കാര്യം വീണ്ടും അത്രയും പൈസ മുടക്കി മാറ്റും. ഈ ഒരു കാര്യം എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ.